പ്രാണനിൽ നീ മാത്രം. രചന അവതരണം മിത്രവിന്ദ. അടുത്ത ദിവസം മഹിക്ക് നേരത്തെ ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഗൗരി ഒറ്റയ്ക്കാണ് അന്ന് സ്കൂളിലേക്ക് പോയത്. വണ്ടി അയക്കാമെന്നവൻ ഒരുപാട് തവണ പറഞ്ഞെങ്കിലും അവൾ നടന്നു പോയിക്കോളാമെന്ന് പറഞ്ഞ് ഒഴിവായി. മഹിക്കൊരു ഗിഫ്റ്റ് മേടിക്കണം. ഇന്നലെ കണ്ടതുപോലെയുള്ള ഒരു കുർത്തയും കസവും ഉണ്ടും. അത് മേടിക്കാനാണ് അവളുടെ പ്ലാന്. അതിൻ പ്രകാരം അവൾ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങി. ലഞ്ച് ബ്രേക്ക് കഴിയുമ്പോൾ മടങ്ങിയെത്താം, അതാണ് അവളുടെ കണക്കുകൂട്ടൽ. അങ്ങനെ ഗൗരി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. വേഗത്തിൽ തന്നെ അവൾക്ക് ബസ് കിട്ടി. ഷോപ്പിൽ ചെന്ന് കയറി നോക്കിയപ്പോൾ നേവി ബ്ലൂ നിറമുള്ള ഒരു കുർത്ത കണ്ടു. അതവൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരു മുണ്ടും കൂടി മേടിച്ചു. അപ്പോൾ അവൾക്കൊരാഗ്രഹം തോന്നി, തനിക്കൊരു സെറ്റും മുണ്ടും കൂടി എടുത്താലോ. ഏട്ടനോടൊപ്പം ഒരുമിച്ചൊന്ന് അമ്പലത്തിൽ പോയി തൊഴാൻ അവൾക്കൊരു വല്ലാത്തൊരു മോഹം. മുണ്ടിൻ്റെ അതേ കരയുള്ള ഒരു സെറ്റും മുണ്ടും അവൾക്ക് കിട്ടുകയും ചെയ്തു. എല്ലാം മേടിച്ചുകൊണ്ട് ഗൗരി പെട്ടെന്ന് ഇറങ്ങി. പറഞ്ഞ സമയത്ത് തന്നെ തിരികെ സ്കൂളിൽ എത്തുകയും ചെയ്തു. വൈകുന്നേരം മഹി ഓഫീസിൽ നിന്നും മടങ്ങിയെത്തിയപ്പോൾ നേരെ 8 മണി കഴിഞ്ഞു. കാറിൻ്റെ ഹോൺ കേട്ടുകൊണ്ട് അവൾ വേഗം ഒന്ന് വാതിൽ തുറന്നു. സെക്യൂരിറ്റി ചേട്ടനെ കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. മഹി അപ്പോഴേക്കും വണ്ടിയിൽ നിന്നിറങ്ങി. പേടിച്ചായിരുന്നോ? ഏയ് ഇല്ലെന്നേ. ഇന്ന് എന്തു പറ്റിയേട്ടാ ലേറ്റായത്? 1-2 പാർട്ടികൾ വന്നിരുന്നു, അവരൊക്കെ മടങ്ങിപ്പോകാൻ ലേറ്റായി. അവൻ സെറ്റിയിൽ വന്നിരുന്നു. ഗൗരി കോഫി എടുത്തുകൊണ്ട് വന്ന് അവന് കൊടുത്തു. അത് കുടിച്ച ശേഷം മഹി മുറിയിലേക്ക് പോയി. കുളിച്ച് ഫ്രഷായി ഇറങ്ങി വന്ന ശേഷം അവൻ ഭക്ഷണം കഴിക്കാനായി ഇരുന്നു. അമ്മ വിളിച്ചായിരുന്നോ? ഉവ്. എന്നെ 2-3 വട്ടം വിളിച്ചു, പക്ഷെ ഞാൻ ബിസിയായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് വിളിക്കാം ഏട്ടാ. ആ, പക്ഷെ അപ്പോഴേക്കും അമ്മയുടെ കോൾ അവനെ തേടി എത്തിയിരുന്നു. മഹിക്കുട്ട, വാത്സല്യത്തോടെയുള്ള അമ്മയുടെ വിളിയച്ച അവൻ്റെ കാതിലേക്ക് പതിഞ്ഞു. അമ്മ, ഇന്ന് എന്തേ തിരക്കായിരുന്നോ മോനെ? കുറച്ച്. മോൻ വീട്ടിലെത്തിയോടാ? ആ കുട്ടി തനിച്ചാ. ഞാൻ വീട്ടിൽ വന്നിട്ട് 1/2 മണിക്കൂറായി. ഇപ്പോൾ ഫുഡ് കഴിക്കുവാ. ആണോ? എങ്കിൽ കഴിച്ചോ മക്കളെ, അമ്മ ഫോൺ വയ്ക്കുവാ. ഏട്ടനും എടുത്തിയമ്മയോ എന്തിയേ? ഇവിടെ ഉണ്ട്. ശിവയോ? ഉറങ്ങി മോനെ. എന്നാൽ ശരിയമ്മേ, ഞാൻ നാളെ വിളിക്കാം. അവൻ ഫോൺ കട്ട് ചെയ്തു. കൈ കഴുകി എഴുന്നേറ്റ് വന്നിട്ട് അവൻ കുറച്ച് സമയം ഫോണിൽ നോക്കിയിരുന്നു. ആ സമയത്ത് ഗൗരി അടുക്കളയിലാണ്. ജോലികളെല്ലാം തീർക്കുകയാണവൾ. 2 ആളും കൂടി റൂമിലേക്ക് വന്നപ്പോൾ നേരം 10 മണി കഴിഞ്ഞിരിക്കുന്നു. മഹിയേട്ട, ഗൗരി വിളിച്ചപ്പോൾ അവൻ മുഖമുയർത്തി. എന്താ ഗൗരി? ബെഡ്ഷീറ്റ് എടുത്ത് നേരെ വിരിക്കുകയാണവൾ. നാളെ ഓഫീസിൽ പോകണുണ്ടോ? ഉവ്. എന്താടോ? ഒന്നുമില്ല, വെറുതെ. അങ്ങനെ വെറുതെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. തനിക്ക് എവിടെയെങ്കിലും പോകണോ ഭാര്യയെ? ഇല്ലെന്നേ, ഞാൻ വെറുതെ ചോദിച്ചതാ. അവൻ ഷീറ്റൊക്കെ വൃത്തിയായി വിരിച്ചിട്ട് പില്ലോ എടുത്തു വെച്ചു. എന്നിട്ട് ബെഡിലേക്ക് കയറി ഭിത്തിയിൽ ചാരിയിരുന്നു. നിന്റെ മുഖത്തെന്തോ കള്ള ലക്ഷണമുണ്ട്. എന്താടിയത്? അവൻ ആകെ മൊത്തത്തിൽ അവളെ ഒന്ന് ചുഴിഞ്ഞു നോക്കി. എന്ത്? പെട്ടെന്ന് ഗൗരിക്ക് എന്തോ ഒരു ജാള്യത അനുഭവപ്പെട്ടു. വേഗം തന്നെ അവൾ കിടന്നു കഴിഞ്ഞിരുന്നു. അവളുടെ അടുത്തായി മഹിയും. പെട്ടെന്ന് തന്നെ അവൾ മിഴികൾ പൂട്ടി. ഗൗരി മെല്ലെ മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ടു ഉറങ്ങുന്ന മഹിയെ. ഇത് ഇത്ര വേഗം നുറഞ്ഞു ഈശ്വര, ഇനി കുടിച്ചിട്ടുണ്ടോ ആവോ? അവൾ അവൻ്റെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി വന്നു, അവൻ്റെ അതരത്തിലേക്ക്. എന്നിട്ട് അവളുടെ നാസിക അടുപ്പിച്ചു. പെട്ടെന്ന് മഹി അവളെ എടുത്ത് തൻ്റെ നെഞ്ചിലേക്കിട്ടു. യു മഹിയേട്ട, വിട്. അവൻ്റെ ശരീരത്തിലേക്ക് അമർന്നതും അവൾക്ക് എന്തോ പോലെ തോന്നി. നീ ഇവിടെ കിടന്നുറങ്ങിയാൽ മതി, അവൻ പിറുപിറുത്തു. മഹിയേട്ട, വിടൂന്നേ, എനിക്ക് ശ്വാസം മുട്ടുവാ. അവൾ കുതറി മാറാൻ ശ്രമിക്കും തോറും മഹി അവളെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചു. തൻ്റെ മാറിടങ്ങൾ അവനിലേക്ക് കൂടുതൽ അടുക്കും തോറും ഗൗരി ആകെ വല്ലാതെയായി. മഹിയേട്ട പ്ലീസ്. പ്രാവ് കുറുകും പോലെ കുറുകുന്നവളെ നോക്കി മഹി അങ്ങനെ തന്നെ കിടന്നു. നോട്ടം കണ്ടതും ഗൗരി തൻ്റെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു. മഹിയാണെങ്കിൽ ഇടങ്കയ്യാൽ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് വലങ്കൈ കൊണ്ട് അവളുടെ നെറുകയിൽ തലോടി. അവളോടൊരു വാത്സല്യമാണ് അവൻ അപ്പോൾ തോന്നിയത്. ഈ പ്രായത്തിൽ
ഇത്രമേൽ വേദന അനുഭവിച്ചാണല്ലോ പാവം ജീവിച്ചത്. ഓരോന്നോർത്ത് കിടക്കുകയാണ് മഹി. ആ തക്കം നോക്കി ഗൗരി അവനിൽ നിന്ന് ഊർന്നിറങ്ങി. എന്നിട്ട് ബെഡിലേക്ക് കിടന്നു. ഡി, അവൻ ഒറ്റ കുതിപ്പിന് അവളുടെ മേലെ ഇരു കൈകളും കുത്തി നിന്നു. നിന്നോട് ഞാൻ എന്നതടി പറഞ്ഞത്? അവൻ്റെ നിശ്വാസം ഗൗരിയുടെ കവളിൽ തട്ടി. മഹേട്ടാ, അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുമോ? എനിക്ക് ശ്വാസം മുട്ടുവാ, അതുകൊണ്ടല്ലേ. പറയുന്ന കേൾക്ക് ഗൗരി, ഇല്ലെങ്കിൽ ഇന്നിവിടെ വേറെ പലതും നടക്കും. അവൻ്റെ ശബ്ദം മാറിയപ്പോൾ അവൾ വല്ലാതെയായി. തന്നെ വിഷണ്ണയായി നോക്കുന്നവളെ കാണും തോറും അവനുള്ളിൽ ചിരിപൊട്ടി. ഇങ്ങനെ കിടന്നാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഏട്ടാ? അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. പെട്ടെന്ന് അവൻ അവളിൽ നിന്നും അകന്നു മാറി നേരെ കിടന്നു. ഉടൻ തന്നെ അവൾ ഉറങ്ങിയതുപോലെ കണ്ണുകൾ അടച്ചു. ഡി ഗൗരി, അവൻ വിളിച്ചതും ഗൗരി അത് കേട്ടില്ലെന്ന് നടിച്ച് അനങ്ങാതെ ഉറക്കം നടിച്ചു കിടന്നു. വിളച്ചിലത്തിന് കൂടുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെയുള്ള മറുപടി വൈകാതെ ഞാൻ പറയിപ്പിക്കും. തൻ്റെ കാതോരം അവൻ്റെ ശബ്ദം പതിഞ്ഞതും അവളുടെ ശരീരത്തിൽ ഒരു വേലിയേറ്റമാണ് ഉണ്ടായത്. മഹി അത്രമേൽ അവളോട് ചേർന്നാണ് കിടക്കുന്നത് പോലും. ഓരോ തവണയും അവൻ്റെ ശ്വാസനിശ്വാസങ്ങൾ അവളിലേക്ക് തട്ടുംതോറും ഗൗരി മറ്റൊരവസ്ഥയിലായിരുന്നു. മിഴികൾ തുറന്നാൽ മഹിയേട്ടൻ ഇനി വേറെന്തെങ്കിലും ഒപ്പിക്കും. പെട്ടെന്നായിരുന്നു മഹി തൻ്റെ ഇടംകൈ അവളുടെ വയറിന്മേൽ വലയം ചെയ്തത്. പതിയെ അതിന് മുകളിലേക്ക് ചലിക്കാൻ തുടങ്ങിയതും ഗൗരി വേഗം അവൻ്റെ കയ്യിൽ പിടുത്തുവിട്ടു. അവനത് കണ്ട് ചിരി പൊട്ടി. തൻ്റെ കയ്യിൽ ഇറുക്കി പിടിച്ചിരിക്കുന്നവളെ കണ്ടതും അവന് വീണ്ടും കുസൃതി തോന്നി. അല്പം ബലം പ്രയോഗിച്ച് മഹി വീണ്ടും തൻ്റെ സഞ്ചാരപാത മുകളിലേക്കാക്കിയതും ഗൗരി പെട്ടെന്ന് തിരിഞ്ഞു. മുടി മുഴുവനായും ഉയർത്തി കെട്ടിവെച്ചിരിക്കുകയാണവൾ. എന്നോ അതങ്ങനെയാണ്. അതൊരു പ്രത്യേക ചെയ്യലാണ് പെണ്ണിനെന്ന് അവൻ ഓർത്തു. പിൻകഴുത്തിൽ അവൻ്റെ അതിരം പതിഞ്ഞതും ഗൗരി പിടഞ്ഞു പോയി. ഒറ്റ കുതിപ്പിന് എഴുന്നേൽക്കാൻ ഭാവിച്ചതും മഹി അവളെ പിന്നിൽ നിന്നും ആഞ്ഞു പുൽകി. മഹിയേട്ട പ്ലീസ്, അവൾ കുറുകി. അതിന് ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. വീണ്ടും അവൻ കാതോരം മന്ത്രിച്ചു. ഇത്തിരി മാറിക്കിടക്കുന്നേ, എനിക്ക് എന്തോ പോലെ. ഒടുവിൽ അവൾ പറഞ്ഞുപോയി. എന്ത്? ആകെ ഒരു അസ്വസ്ഥതയാണേട്ടാ. ഈ അസ്വസ്ഥതകൾ ഇനി എന്നും കാണും. ഇത് കുറയാനുള്ള മരുന്ന് ഞാൻ അടുത്ത ദിവസങ്ങളിൽ തരാം. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ മോള് കിടന്ന് ഉറങ്ങിക്കോ. അവൻ്റെ വാക്കുകൾ കാതിൽ പതിഞ്ഞപ്പോൾ അവൾ ഒന്ന് പുളകിതയായി. അറിയാതെ ഒരു പുഞ്ചിരി ആ ചെഞ്ചൊടികളിൽ വിരിഞ്ഞത് അവൻ കണ്ടിരുന്നില്ല. രാവിലെ ഗൗരി നേരത്തെ ഉണർന്നു. ഇന്നാണ് മഹിയേട്ടൻ്റെ പിറന്നാൾ. ഓർത്തപ്പോൾ മനസ്സിനാകെ ഒരു സന്തോഷം, ഒരു കുളിർമ. അവൾ മഹിയെ ഒന്ന് നോക്കി. ഇപ്പോഴും തൻ്റെ വശത്തേക്ക് ചെരിഞ്ഞു കിടന്നുറങ്ങുകയാണ് ആള്. ഓ, കുഞ്ഞുമാവയുടെ കിടപ്പ് കണ്ടില്ലേ? എന്തൊരു പാവമാണ്. കയ്യിലിരിപ്പോ. ഇന്നലെ രാത്രി ഞാൻ പേടിച്ചതിന് കണക്കില്ല. അവൾ പിറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റു. ഡാ തെമ്മാടി, ഹാപ്പി ബർത്ത്ഡേ. ഗൗരി അവൻ്റെ കാതിൽ മെല്ലെ മന്ത്രിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. അപ്പോഴേക്കും മഹി കണ്ണു തുറന്നു. എൻ്റെ പാവം ഗൗരിക്കുട്ടി, ഇന്നലെ ഇത്രമേൽ പേടിച്ചു പോയെങ്കിൽ ഇനിയുള്ള രാത്രികളിൽ ഈ മഹിയേട്ടൻ നിന്നെ കൂടുതൽ പേടിപ്പിക്കും. ആ സാരമില്ല, നമുക്കേ കാവിൽ നിന്ന് ഒരു ചരട് ജപിച്ച് കെട്ടാം. അവൻ മനസ്സാൽ അവളോട് മൊഴിഞ്ഞു. മഹിയേട്ടാ, ഏട്ടാ ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഗൗരിയാണെങ്കിൽ കുറച്ച് സമയമായിട്ട് അവനെ കൊട്ടി വിളിക്കുകയാണ്. അവൻ പക്ഷേ നല്ല ഉറക്കത്തിലാണെന്ന രീതിയിൽ തകർത്ത് അഭിനയിച്ച് കിടക്കുന്നു. ശോ, എന്തൊരു ഉറക്കം! എത്ര വട്ടം വിളിച്ചു. കുളിച്ച് വിളക്കൊന്ന് കൊളുത്തിയിരുന്നെങ്കിൽ. അവനിൽ നിന്ന് പ്രതികരണമൊന്നും കിട്ടാതെ വന്നപ്പോൾ ഗൗരി എഴുന്നേറ്റ് താഴേക്ക് പോയി. അല്പം കഴിഞ്ഞതും ഒരു മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ട് മഹി എഴുന്നേറ്റു. താൻ നാട്ടിലുള്ളപ്പോഴൊക്കെ അമ്മ കാലത്തെ തന്നെ കുത്തി എഴുന്നേൽപ്പിക്കും. എന്നിട്ട് പല്ലുതേപ്പും കുളിയുമൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് തൊഴാനായി പറഞ്ഞുവിടും. അതാണ് പതിവ്. അമ്മയെ കാണാഞ്ഞിട്ട് എന്തോ വല്ലാത്ത വിഷമം. എന്തായാലും ബാംഗ്ലൂർ വരെ ഒന്ന് പോകണം, ഒപ്പം ഗൗരിയുമായിട്ട്. കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും എവിടേക്കും ഒരു യാത്ര പോലും പോയിരുന്നില്ല. അവിടെ ചെന്നിട്ട് അമ്മയും കൂട്ടി തിരികെ പോരാൻ അവൻ തീരുമാനിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് അവൻ നേരെ പൂജാമുറിയിലേക്ക് പോയി.
ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വിളക്ക് കൊളുത്തി കുറേ നേരം പ്രാർത്ഥിച്ചു. എൻ്റെ ഗൗരിക്കുട്ടിയോടൊപ്പം മതിയാവോളം കഴിയാൻ ആയുസ്സും ആരോഗ്യവും തരണേ കണ്ണ. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ അടുക്കളയിലേക്ക് ചെന്നു. പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് എന്തൊക്കെയോ തകൃതിയായി ചെയ്യുകയാണ് ഗൗരി. കുളി കഴിഞ്ഞ് മുടിയൊക്കെ ടവൽ കൊണ്ട് പൊക്കി കെട്ടിവെച്ചിട്ടുണ്ട്. അവൻ ശബ്ദമുണ്ടാക്കാതെ അവളുടെ അടുത്തേക്ക് വന്നു. തൻ്റെ ഇരു കരങ്ങളും കൊണ്ട് അവളുടെ അണിവയറിൽ ബന്ധിച്ചതും ഗൗരി നിന്നിടത്തു നിന്നും പൊങ്ങിപ്പോയി. അപ്പോഴേക്കും അവൻ്റെ താടി രോമങ്ങൾ അവളുടെ പിൻകഴുത്തിൽ ഇക്കിളി കൂട്ടി തുടങ്ങി. മഹിയേട്ടാ. പെണ്ണൊന്ന് കുതറി. അവളുടെ കാതോരം അവൻ്റെ ശബ്ദം. ഇതെന്തായി കാട്ടുന്നേ? വിട്ടേ മഹിയേട്ടാ. അപ്പോഴേക്കും മഹി അവളെ ബലമായി പിടിച്ച് തന്നിലേക്ക് തിരിച്ചു നിർത്തി. ഗൗരിയാണെങ്കിൽ മുഖം കുനിച്ചു നിൽക്കുകയാണ്. അവൻ മെല്ലെ അവളുടെ താടി പിടിച്ച് മേൽപോട്ടുയർത്തി. ഗൗരി. അവൻ അവളിലേക്ക് കൂടുതൽ അടുത്തതും അവൾ അവനെ തള്ളി മാറ്റി. മഹിയേട്ടാ, നിങ്ങളുടെ ഭക്ഷണത്തരം നടത്തേണ്ടത് ഈ അടുക്കളയിൽ വെച്ചാണോ? കപട ദേഷ്യത്തിൽ പറയുകയാണ് പെണ്ണ്. എങ്കിൽ നീ ബെഡ്റൂമിലേക്ക് വാടി, അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. മഹി അവളെ അടിമുടി നോക്കിയപ്പോൾ പെണ്ണൊന്ന് പൂത്തുലഞ്ഞു. എനിക്കിവിടെ കുറച്ചേറെ ജോലികളുണ്ട്. മഹിയേട്ട, നീ കോഫി ഒന്ന് കുടിക്കും. അവളൊരു കപ്പിലേക്ക് കോഫി പകർന്ന് അവന് കൊടുത്തു. ഇന്നെന്താ ഇത്ര കാര്യമായിട്ട് പരിപാടി? ഏട്ടൻ ഇന്ന് ഉച്ചയ്ക്ക് വരുമോ? പറ്റുമെങ്കിൽ വരാം ഗൗരി. ശ്രമിക്കണേ ഏട്ടാ. ആ. അപ്പോഴേക്കും അവൻ്റെ ഫോണിലേക്ക് ടീച്ചറമ്മയുടെ കോൾ വന്നു. മോനെ, എന്താ അമ്മേ ഇത്ര കാലത്തെ? നിന്റെ പിറന്നാളല്ലേടാ? അപ്പോഴേക്കും ഫോൺ ഹിമ മേടിച്ചു കഴിഞ്ഞു. ഹലോ മഹി. ആ ഏടത്തി. ഹാപ്പി ബർത്ത്ഡേടാ. ഓ താങ്ക് യു. എന്താണിന്ന് പ്രോഗ്രാമൊക്കെ? ഭാര്യയെ കൂട്ടി കറങ്ങാൻ പോകുന്നുണ്ടോ? ഓ ഇല്ലെന്നേ, പതിവ് പോലെ ഓഫീസിൽ പോകണം. കുറച്ച് പെൻഡിങ് വർക്കൊക്കെ ഉണ്ട്. പിന്നെ ഏട്ടനും കുഞ്ഞുമൊക്കെ എവിടെ? ഭാവി ഉണർന്നില്ല. പിന്നെ ഏട്ടന് കൊടുക്കാൻ കേട്ടോ. അതിനുശേഷം മഹിയുടെ പെങ്ങൾ കൃഷ്ണ വിളിച്ചു. പിന്നീട് ചോട്ടിയും കാത്തിയും. അത് കഴിഞ്ഞ് ഓഫീസിൽ നിന്നും ആരൊക്കെയോ വിളിച്ചു. എല്ലാവരും പിറന്നാൾ ആശംസകൾ പറയുമ്പോഴും ഗൗരിക്ക് വല്ലാത്ത വിഷമമാണ് തോന്നി. ആദ്യം ഒന്ന് വിഷ് ചെയ്യണമെന്നൊക്കെ ഓർത്ത് ഇന്നലെ കിടന്നത് പോലും. കാലത്തെ ഒരുപാട് തവണ താൻ വിളിച്ചതുമാണ്. എന്നിട്ടാണെങ്കിൽ മഹിയുടെ കണ്ണുപോലും തുറന്നില്ല. മുഖം വീർപ്പിച്ചുകൊണ്ട് ഓരോ ജോലിയും ചെയ്യുന്നവളെ നോക്കി മഹി കാലുകൾ രണ്ടും ഇളക്കിക്കൊണ്ട് കസേരയിൽ ഇരിക്കുകയാണ്. പെണ്ണിൻ്റെ വാട്ടം കണ്ടപ്പോൾ അവന് കാര്യം ഏറെക്കുറെ മനസ്സിലായി. ഗൗരി, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. തനിക്കറിയില്ലായിരുന്നല്ലേ? അറിഞ്ഞിട്ട് എന്തു ചെയ്യാനാ? അവനോട് കടുപ്പിച്ച് ചോദിക്കുന്നവളെ കണ്ടതും അവനുള്ളിൽ ചിരി പൊട്ടി. ഗൗരി, പെട്ടെന്ന് നിനക്ക് എന്താ പറ്റിയത്? അറിയാത്ത ഭാവത്തിൽ അവൻ ഗൗരിയെ നോക്കി. പറ്റിയത് എന്താണെന്ന് പറയാനിപ്പോൾ എനിക്ക് മനസ്സില്ല. ആയിക്കോട്ടെ. അവൻ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു. താൻ എന്താ ഗൗരി എന്നെ ഒന്ന് വിഷ് ചെയ്യാത്തത്? എൻ്റെ ഫാമിലി എല്ലാവരും വിളിച്ചത് താനും കേട്ടതല്ലേ? വേണ്ടപ്പെട്ടവരെല്ലാം വിഷ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഏട്ടന് സന്തോഷമായില്ലേ? ഇനി എന്തിനാ ഈ ആരോരുമില്ലാത്തവളുടെ ആശംസകൾ? അതൊക്കെ കേൾക്കാൻ നിൽക്കേണ്ട കാര്യമില്ലെന്നേ. അവൾ അടുക്കളയുടെ ഡോർ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. ചൂലെടുത്ത് മുറ്റം അടിച്ചു വാരാൻ തുടങ്ങി. ഇത്ര നേരത്തെ എല്ലാവരും വിളിക്കുമെന്ന് കരുതിയത് പോലുമില്ല. കഷ്ടായിപ്പോയി. ഒരു ചെറിയ കുശുമ്പ് അവളുടെ ഹൃദയത്തിൽ വന്ന് എത്തി നോക്കി. അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് അവൾ അടുക്കളയിലേക്ക് വന്നു. ഇഡലിയും സാമ്പാറുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. മഹിക്കാണെങ്കിൽ ചമ്മന്തി ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ അല്പം നാളികേരം ചിരവി വേഗത്തിൽ അരച്ചെടുത്തു. ഗൗരി. മുകളിലെ മുറിയിൽ നിന്നും മഹിയുടെ വിളിയൊച്ച. അവൾ അവിടേക്ക് ചെന്നു. എന്താ? എൻ്റെ ഫോൺ കണ്ടോ? ഇല്ല, ഞാനിവിടെ വെച്ചതായിരുന്നു. വെച്ച സ്ഥലത്ത് നോക്ക്, അല്ലാതെ കിടന്ന് വിളിച്ചു പോകാതെ. നെറ്റി ചൊളിച്ചുകൊണ്ട് പറയുന്നവളുടെ അരികിലേക്ക് ഒറ്റ കുതിപ്പിന് മഹി ചെന്നു. എന്താടി നിനക്ക്? കുറച്ച് നേരമായില്ല തുടങ്ങിയിട്ട്. എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ അവിടെ എവിടെയും തൊടാതെയാണോ മറുപടി പറയുന്നത്? ആ, തൽക്കാലം അങ്ങനാണ്. അവളും മുഖം വെട്ടിച്ചു. പെട്ടെന്നാണ് മഹി അവളെ തൻ്റെ കൈകളിലേക്ക് കോരിയെടുത്തത്. വിടുന്നുണ്ടോ മര്യാദയ്ക്ക്? ഗൗരിയുടെ ശബ്ദമുയർന്നു. ഇല്ലെങ്കിൽ നീ എന്നാ ചെയ്യും? കൊണ്ടുപോയി കേസ് കൊടുക്കോ? അവൻ അവളെ മെല്ലെ ബെഡിലേക്ക് കിടത്തി. പിടഞ്ഞെഴുന്നേൽക്കാൻ തുടങ്ങിയ ഗൗരിയെ അല്പം ബലം പ്രയോഗിച്ച് അവൻ വീണ്ടും കിടത്തി, അവളുടെ ഇരു കൈകളും ബന്ധിച്ചുകൊണ്ട്.
കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. എന്താ നിന്റെ പ്രശ്നം? പറയൂ. മഹേട്ട, എനിക്ക് എഴുന്നേറ്റ് പോകണം. മാറിക്ക്. ഇല്ലെങ്കിലോ? നീ എന്തിനാ ഇത്ര വയലൻ്റ് ആവുന്നത്? അവൻ ചോദിച്ചതും കണ്ടു അവളുടെ മിഴികളിൽ ഒരു നീരുറവ പൊട്ടിത്തുടങ്ങിയത്. ഗൗരി, അവൻ മെല്ലെ കൈകൾ ഒന്നയച്ചു. ഗൗരി അപ്പോൾ എഴുന്നേറ്റിരുന്നു. അപ്പോഴേക്കും കവിൾത്തടങ്ങളെ ചുംബിച്ചുകൊണ്ട് കണ്ണുനീർ ഒഴുകി തുടങ്ങി. അത് കണ്ടതും മഹിയൊന്നും വല്ലാതായി. ഗൗരി, എന്തു പറ്റിയടാ? എന്തിനാ കരയുന്നേ? ഞാൻ എത്ര വട്ടം വിളിച്ചതാണ്, കണ്ണ് തുറന്നുപോലുമില്ല. എന്നിട്ട്? അത് കേട്ടതും അവൻ ചിരിച്ചു. എടി കുശുമ്പിപ്പാറു, നീ ആൾ കൊള്ളാലോ. പെട്ടെന്ന് അവൾ അവനെ ഇറുക്കി പുണർന്നു. അവൻ്റെ കവളിൽ തൻ്റെ അതരം ചേർത്തു. ഹാപ്പി ബർത്ത്ഡേ മഹേട്ട. അങ്ങനെയല്ലല്ലോ നീ നേരത്തെ വിളിച്ചത്. തെമ്മാടിയെന്നോ മറ്റോ അല്ലേ? അവൻ ചൂണ്ടുവിരൽ താടിന്മേൽ മുട്ടിച്ചുകൊണ്ട് അവളെ നോക്കി. പെട്ടെന്ന് അവളുടെ മുഖത്ത് പല ഭാവങ്ങൾ മിന്നിമാഞ്ഞു. മഹിയെ നോക്കിയപ്പോൾ ഒരു പുരുക ഉയർത്തി അവൻ എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് പുഞ്ചിരിയോടുകൂടി ചുമൽ ചലിപ്പിച്ച് കാണിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. അതെ, എൻ്റെ ഗൗരിക്കുട്ടി തന്നെയാ എന്നെ ആദ്യം വിഷ് ചെയ്തത്. ഇനി ആ പരിഭവം വല്ലതും മനസ്സിലുണ്ടെങ്കിൽ എടുത്തു മാറ്റിയേക്കണേ. വാതിൽക്കൽ എത്തിയതും കേട്ടു മഹിയുടെ വാക്കുകൾ. വല്ലാത്ത ചിരിയോടുകൂടി അവൾ ഓരോ സ്റ്റെപ്പും ഇറങ്ങി താഴേക്ക് പോയിരുന്നു. രാവിലെ നേരത്തെ തന്നെ മഹി ഓഫീസിലേക്ക് പോയി. ഉച്ചയാകുമ്പോൾ തിരിച്ചെത്താൻ. ഗൗരി അപ്പോഴേക്കും പരിപ്പ് കറി, അവിയൽ, കാളൻ, തോരൻ, മെഴുക്കുവരട്ടി, ഇഞ്ചി കറി വെച്ചത്, ബീട്രൂട്ട് പച്ചടി, മത്തൻ എരിശ്ശേരി, കൂട്ടുകറി, പച്ചമോര് എല്ലാം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞു. എന്നിട്ട് പായസത്തിൻ്റെ പണിപ്പുരയിലായിരുന്നു. കൃത്യം 1 മണിയായപ്പോൾ എല്ലാ ജോലികളും തീർത്തുകൊണ്ട് അവൾ ഒന്നുകൂടെ ദേഹമൊക്കെ കഴുകുവാനായി മുറിയിലേക്ക് പോയി. വേഷം മാറ്റി വന്നവൾ നീലക്കണ്ണാടിയുടെ മുന്നിൽ നിന്നു. മുഖത്തല്പം പൗഡർ ഇട്ടു. കണ്ണിൽ നിറയെ കടുപ്പത്തിൽ കുറിച്ച് കരി എഴുതി. അല്പം വലിപ്പമുള്ള ഒരു പൊട്ടും കൊത്തി നെറുകയിൽ സിന്ദൂരമിട്ട് ചുവപ്പിച്ചു. കണ്ണാടിയിലേക്ക് നോക്കി. ആഹാ, ഇന്ന് എൻ്റെ ഗൗരിക്കുട്ടി മൊഞ്ചത്തിയായല്ലോ. മഹിയേട്ടൻ്റെ കൺട്രോൾ മുഴുവൻ കളയല്ലേ പെണ്ണെ. തൻ്റെ അന്തരാത്മാവ് മന്ത്രിക്കുന്ന കേട്ടതും അവളുടെ കവിളിൽ ചുവപ്പ് രാശി പടർന്നു. കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും അവൾ താഴേക്ക് ഓടി. മഹിയേട്ടൻ വന്നു ദൈവമേ. അവൾ ചെന്ന് വാതി തുറന്നു. ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്നവളെ നോക്കി എല്ലാം മറന്ന് മഹി അങ്ങനെ അവിടെ നിലയുറപ്പിച്ചു. അവൻ്റെ നോട്ടത്തിൽ അവൾക്ക് നാണം വന്നു. മഹിയേട്ടൻ വന്നിട്ട് ഒരുപാട് നേരമായോ? ചെറിയ പതർച്ചയോടെ അവൾ ചോദിച്ചു. ഏയ് ഇല്ല, എത്തിയതേ ഉള്ളൂ. അവൾക്ക് പിന്നാലെ അകത്തേക്ക് കയറിയിട്ട് മഹി ഡോർ ലോക്ക് ചെയ്തു. തുടരും.